രാഹുൽ ഗാന്ധി മൂന്നാമതും വാർത്താ സമ്മേളനത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബീഹാറിലാണ് രാഹുൽ ഗാന്ധി ഉള്ളത്. ഇതിനുശേഷം ഡൽഹിക്ക് മടങ്ങുന്ന രാഹുൽ വലിയ തയ്യാറെടുപ്പുകൾ നടത്തും. ഇക്കുറി ലക്ഷ്യം വെക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാരണാസിയെയുമാണ്. വാരണാസിയിൽ ഇക്കുറി വിയർത്ത് ജയിച്ച മോദിയുടെ നേട്ടം BJP പോലും അംഗീകരിക്കുന്നില്ല. BJPക്ക് രാജ്യത്തുണ്ടായ തിരിച്ചടിയുടെ ചെറിയ ഒരു അംശം മോദിക്ക് വാരണാസിക്കാർ നൽകി. നേരത്തെ വോട്ട് കൂട്ടിച്ചേർത്തതിന് പുറമെ വെട്ടിമാറ്റിയ മണ്ഡലങ്ങളിലെ കാര്യങ്ങളും വിശദീകരിച്ച രാഹുൽ ഗാന്ധി ഒരു ബോംബ്, ഹൈഡ്രജൻ ബോംബ് വരാനിരിക്കുന്നതിനെ കുറിച്ച് ആവർത്തിച്ചിരുന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വം അത് ഒരു മാസത്തിനുള്ളിൽ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ മോദിയുടെ മണ്ഡലമായ വാരണാസിയെ സംശയ നിഴലിൽ നിർത്തി പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞു. കാരണം കനത്ത പോരാട്ടത്തിനൊടുവിലാണ് മോദി വാരണാസിയിൽ 2024 കടന്നുകൂടിയത്. വെറും 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രധാനമന്ത്രി മോദിക്ക് കിട്ടിയത്. അബ്കി ബോർ 400 ബാർ പറഞ്ഞു മുന്നിൽ നിന്ന് നയിച്ച തെരഞ്ഞെടുപ്പിലായിരുന്നു വാരണാസിയിൽ വോട്ട് ചോർച്ച നടന്നത്. വെറും 1.5 ലക്ഷം എന്ന് പറയേണ്ടി വരുന്നത് അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 4.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷമായിരുന്നു വാരണാസിയിൽ മോദിക്കുണ്ടായിരുന്നത് എന്നതുകൊണ്ടാണ്. 2014 ഇത് 3.25 ലക്ഷമായിരുന്നു. വാരണാസിയിൽ 2024 തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണലിൽ പോലും ക്രമക്കേട് നടന്നുവെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നതാണ്. ആദ്യം മുന്നിൽ നിന്ന കോൺഗ്രസിന്റെ UP അധ്യക്ഷൻ അജയ് റായ് പിന്നോട്ടു പോയത് വലിയ ദുരൂഹതകൾക്ക് പിന്നാലെയാണ്. ഒരു ഘട്ടത്തിൽ, അതായത് 11 മണിക്ക് ശേഷം വോട്ടെണ്ണൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കുകയും പിന്നീട് മോദി ലീഡ് തിരിച്ചു പിടിക്കുന്നത് കാണുകയുമാണ് ഉണ്ടായത്. ഇതാണ് സംശയത്തിന് കാരണമായത്. ശക്തമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒരേ സ്വരത്തിൽ ബംഗ്ലാദേശും നേപ്പാളും ആവർത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് വിഷയം വഴിതിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് മാധ്യമത്തിന് അഭിമുഖം നൽകിയതാണ് BJPക്ക് വലിയ പ്രശ്നം. രാഹുൽ ഗാന്ധി രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ആക്ഷേപിക്കുകയാണ് എന്നാണ് ഭരണപക്ഷം പറയുന്നത്. വിദേശ പ്രസിദ്ധീകരണങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ശക്തമായ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ മോശം ചിത്രം വരച്ചു കാട്ടുകയാണ് കോൺഗ്രസ് നേതാവ് ചെയ്തതെന്നാണ് ആക്ഷേപം. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ രാഹുൽ ഗാന്ധി മറ്റൊരു ബോംബുമായി രംഗപ്രവേശനം ചെയ്യുമെന്ന് ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ നേരം വാരണാസിയിലെ EVMകളിൽ കൃത്രിമം നടന്നുവെന്നും പിന്നാലെയാണ് മോദി ജയിച്ചതെന്നും ആവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതമാണ് ഇക്കുറി വരുന്നത്. മോദിക്ക് തീരാ തലവേദന സമ്മാനിക്കുന്ന രാഹുലിന്റെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ് രാജ്യം.